തലയെടുപ്പുള്ള കൊമ്പന്മാർ തെക്കൻകൂറിന്റെ വീര്യവുമായി മതം പൊട്ടി ചിഹ്നം വിളിച്ചു വരുമ്പോൾ അവർക്ക് കാനറിക്കിളികളുടെ ചിറകും പോരാട്ട വീര്യവും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ വന്യമായൊരു അനുഭൂതിയായിരിക്കും അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ സൂപ്പർ ലീഗ് കേരളയിൽ ട്രാവൻകൂർ കൊമ്പൻസിന്റെ കളി കണ്ടാൽ മാത്രം മതി. പലർക്കും ഒരു ധാരണയുണ്ട്, മലബാറിൽ മാത്രമാണ് ഫുട്ബോളിന് വേരോട്ടം കേരളത്തിലെന്ന്. പക്ഷേ നിങ്ങൾക്ക് തെക്കിന്റെ ഫുട്ബോളിന്റെ വീര്യവും പകയും ചരിത്രവും വെറിയും ഒന്നും അറിയാത്തതുകൊണ്ടാണ്. കാരണം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ജനസാഗരമായി തുടങ്ങിയ കാൽപന്ത് കളിയിലൂടെ തന്നെയാണ്. അതിന്റെ ചരിത്രം നിങ്ങൾ അറിയണമെങ്കിൽ തിരുവിതാംകൂറിന്റെ കാൽപന്തിന്റെ ചരിത്രം കൂടി അറിയണം. പക്ഷേ അവരൊരു ചരിത്രത്തിന്റെ പുനർനിർമ്മിതിക്ക് തയ്യാറെടുക്കുമ്പോൾ വെറുതെ വന്നു കയറി പോവുകയല്ല ചെയ്യുന്നത്. ട്രാവൻകൂർ റോയൽസ് ഇന്ത്യയിലെ തന്നെ ആണെന്ന് തോന്നുന്നു. കേരളത്തിലെ ആദ്യത്തെ എന്തായാലും ഫാൻ ഓൺഡ് ക്ലബ്ബ് ട്രാവൻകൂർ റോയൽസ് ആണ്. അതായത് ആരാധകരുടെ പൂർണ്ണമായ ഉടമസ്ഥതയിലുള്ള ഒരു ക്ലബ്ബ് കേരളത്തിൽ ഉണ്ടാകുന്നത് ട്രാവൻകൂർ റോയൽസ് ആണ്. ആ പാരമ്പര്യം പക്ഷേ ട്രാവൻകൂർ റോയൽസിന് അത്ര വലിയ ജനപ്രീതി ആർജിക്കാൻ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവരുടെ പോരാട്ട വീര്യവും എഫോർട്ടുകളും ഒക്കെ ഒരുപാട് പ്രശംസിക്കേണ്ടത് തന്നെയാണ്. കേരളത്തിന്റെ കടലോര മേഖലയിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ ട്രാവൻകൂർ റോയൽസ് മുന്നിൽ തന്നെ ആയിരുന്നു. പക്ഷേ അവർക്ക് അർഹിക്കുന്ന ജനപ്രീതി കിട്ടാതെ പോയി. പക്ഷേ അനന്തപുരിക്ക് കാൽപന്ത് മേഖലയിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കുവാൻ തെക്കൻ കേരളത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും തങ്ങളിലേക്ക് ആവാഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ കൊമ്പന്മാർ തയ്യാറെടുക്കുമ്പോൾ അവർക്ക് മതയാനകളുടെ തെക്കൻകൂറിന്റെ വീര്യം മാത്രമല്ല ചിഹ്നം വിളിച്ച് മുന്നിലോട്ട് വരുമ്പോൾ കിട്ടാൻ പോകുന്നത് ബ്രസീലിൽ നിന്നുള്ള തന്ത്രജ്ഞനായ ഒരു കാനറക്കിളികളുടെ പരിശീലകനും അവരുടെ സംസ്കാരവും ഇഴയെടുപ്പും കേരളത്തിന്റെ കൊമ്പന്മാരുടെ സിരകളിലേക്ക് സന്നിവേശിക്കപ്പെടാൻ പോവുകയാണ്. അതെ, ഒരു ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള ബ്രസീലിയൻ യൂണിറ്റുമായിട്ടാണ് തിരുവനന്തപുരത്തിന്റെ കൊമ്പന്മാർ ഇത്തവണ സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ എഡിഷന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബ്രസീലിയൻ പരിശീലകൻ കൊണ്ടുവന്നിരിക്കുന്ന 6 ബ്രസീലിയൻ താരങ്ങളുമായിട്ട് അവർ ഇത്തവണത്തെ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത്ര വേഗത്തിൽ കാര്യങ്ങൾ എളുപ്പമല്ല. പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ നിലവിൽ ട്രാവൻകൂർ കൊമ്പൻസ് പിന്നിലാണ് എങ്കിൽ പോലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഇമ്പാക്ട് വളരെയാണ്. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു സൂപ്പർ ലീഗ് കേരളയിലെ അണ്ടർഡോക്സ് തിരുവനന്തപുരം കൊമ്പന്മാർ തന്നെയായിരിക്കും. കാരണം അവർ കൊണ്ടുവന്നിരിക്കുന്ന വിദേശ താരങ്ങളുടെ യൂണിറ്റ് ഭയങ്കര ഇഴയെടുപ്പമുള്ളതാണ്. ഒരു പരിശീലകന്റെ കീഴിൽ ദീർഘകാലം കളിച്ച് പരിചയമുള്ള കംപ്ലീറ്റ് യൂണിറ്റുമായിട്ട് അവർ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആ താരങ്ങളുടെ സ്വാസ്ഥ്യം എന്തായാലും മറ്റ് ലോക്കൽ ടാലൻസിലേക്ക് പകരുക ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരുടെ പരിശീലന പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നിലേക്ക് പോകുന്നുണ്ട്. ലോക്കൽ ടാലൻസിനെ ഈ ബ്രസീലിയൻ ടാലൻസുമായിട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ള ട്രാവൻകൂർ കൊമ്പൻസിന്റെ എഫേർട്ട് വളരെ പ്രശംസനീയാർഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ പരിശീലനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കീപ്പറായിട്ടുള്ള മൈക്കൽ അമേരിക്കോ, പ്രതിരോധ നിരയിലേക്ക് റണ്ണൻ ജാനുവാരിയോ, മധ്യനിരയിലേക്ക് പാട്രിക് മാറ്റ, സ്ട്രൈക്കർ റോളിൽ അമറ്റോ ബിസെപ്പോ, പിന്നെ മാർക്കസ് വെൽഡർ എന്ന പരിശീലകൻ, പിന്നെ അവരുടെ കൂടെ മധ്യനിരയിലേക്ക് ഡാവി കുൻ തുടങ്ങിയ ബ്രസീലിയൻ താരങ്ങളെ അവർ തങ്ങളുടെ നിരയിൽ ആറാടാൻ വിടുകയാണ്. അതായത് കൊമ്പന്മാരുടെ പോരാട്ട വീര്യത്തിലേക്ക് കാനറിക്കലുകളുടെ ആ ചടുലതയും കാവ്യാത്മകതയും കൂടി സന്നിവേശിക്കപ്പെടുമ്പോൾ പിന്നെ അവരുടെ പോരാട്ട വീര്യം ബ്രസീലിയൻ താരങ്ങളുടെ സിരകളിലെ ഫുട്ബോൾ എങ്ങനെ ലയിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യം ഇവിടെ ആർക്കും ഇല്ല. അവരും തെക്കൻകൂറിന്റെ പോരാട്ട വീര്യവും ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വല്ലാത്ത ഡെഡ്ലി കോമ്പിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. സീസൺ തുടങ്ങുന്നത് വരെ ട്രാവൻകൂർ കൊമ്പൻസിന് അത്ര വലിയ പോപ്പുലാരിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും തുടക്കം മുതൽ തന്നെ അടിച്ചു കയറാനുള്ള കപ്പാസിറ്റി ട്രാവൻകൂർ കൊമ്പൻസിന്റെ യൂണിറ്റിനുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നാലെ ചെയ്യാം.